തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ദർശന സമയം 1 മണിക്കൂർ കൂട്ടി. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഉത്രാടം, കാഴ്ചക്കുല സമർപ്പണം, ഓണപ്പുടവ സമർപ്പണം, വിശേഷാൽ കാഴ്ച ശീവേലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വ്യത്യസ്തമായി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഓണം ആഘോഷിച്ചത് കൃപാസദൻ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം. പരിപാടിക്ക് നേതൃത്വം നൽകിയത് NSS യൂണിറ്റും സൗഹൃദ ക്ലബ്ബും സംയുക്തമായി. സൈക്കിളിൽ കേരളത്തിലുടനീളം യാത്ര ചെയ്ത് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായി വിദ്യാർത്ഥി. മാതൃകയായത് പാലക്കാട് പെരിങ്ങോട്ടുകുറിശി സ്വദേശി അഖിലിനെ ആദരിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. മലപ്പുറം പൊന്നാനിയിൽ സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചു. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മേളയിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 5% മുതൽ വിലക്കുറവും വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറും. മലപ്പുറം BM തൂക്കുപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പാലം യാഥാർത്ഥ്യമായത് നഗരസഭയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്ന്. തൃശൂർ അവന്നൂർ പഞ്ചായത്തിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം നെല്ലു സംഭരിച്ചതിന്റെ പണം നൽകുക, നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിക്കുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ DYFI പ്രതിഷേധം കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിന് മുന്നിൽ. DYFI ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ചിറ്റാട്ടുകര പഞ്ചായത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധം. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം പഞ്ചായത്തിന്റെ അനാസ്ഥയെന്നും ആരോപണം. പരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. തിരുവനന്തപുരം നെടുമങ്ങാട് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടത്തി. ഘോഷയാത്ര വിനായക ചതുർത്ഥി ഗണേശോത്സവത്തിന്റെ ഭാഗമായി. പരിപാടി ശിവസേനയുടെയും ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ. കാട്ടാക്കട ആമച്ചലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ചു. ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് ഒറ്റശേഖരമംഗലം സ്വദേശി അനിൽ. ഭാര്യ, മകൻ ആദിദേവ് എന്നിവർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ. കൊല്ലം കൊട്ടാരക്കര സ്വകാര്യ ബസ്സും പിക്കപ്പും കൂട്ടിയിടിച്ച അപകടത്തിൽ പരിക്കേറ്റത് നിരവധി പേർക്ക്. പരിക്കേറ്റവരെ വിവിധ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ മാന്നാറിൽ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. വീട് നിർമ്മിച്ചു നൽകിയത് കുരട്ടിക്കാട് KRC വായനശാലയുടെ നേതൃത്വത്തിൽ. ഭവനം നിർമ്മിച്ചു നൽകിയത് കിഴക്കേതിൽ ഓമനിക്ക്. മന്ത്രി സജി ചെറിയാൻ താക്കോൽദാനം നിർവഹിച്ചു. കൊല്ലം മായൂർ പാലത്തിന് സമീപം അപകടം കാർ നിയന്ത്രണം വിട്ട് മറ്റ് 2 വാഹനങ്ങൾ ഇടിച്ച്. ഇടിയേറ്റ സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആലപ്പുഴ വെളിയനാട് കോൺഗ്രസ് പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ഡലം പ്രസിഡന്റ് G. സൂരജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു.